വചനം കേട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ വചനം എന്ന കണ്ണാടി എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലൊക്കെ നമ്മുടെ മുഖം നോക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്താണ് നമ്മൾ നമ്മുടെ മുഖം കാണുന്നത്. യേശുവിൻ്റെ അതേ വാക്യങ്ങൾ തന്നെയാണ് യാക്കോബ് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ മനുഷ്യനായി വന്ന നസറേനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിൻ്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും വചനം കേൾക്കുന്നവരാണ്. എന്നാൽ വചനം കേൾക്കാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. വചനം കേൾക്കാത്തവരുമുണ്ട്, വചനം കേൾക്കുന്നവരുമുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ വചനം കേട്ടതുകൊണ്ട് മാത്രമായോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വചനം കേൾക്കാത്തവരെക്കാട്ടിലും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ അവരെക്കാട്ടിലും ഭേദമാണ് വചനം കേൾക്കുന്നവർ. പക്ഷേ നമ്മൾ വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല, വചനം അനുഷ്ഠിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ വചനം പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തതുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപം ആയിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. ഈ വായിച്ച വാക്യങ്ങൾ തുടങ്ങുന്നത് നമ്മൾ വചനം കേൾക്കുന്നവർ മാത്രമാകരുത്, വചനം പ്രവർത്തിക്കുന്നവരും ആകണം എന്നതാണ്. അത് അവസാനിക്കുന്നത് അങ്ങനെ ആയാൽ നമ്മൾ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാന്മാരാകും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹി വിൽ പ്രോസ്പർ ഇൻ ഓൾ വാട്ട് ഹി ഡസ് എന്നാണ്. ഇന്ന് വായിച്ച ഈ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ബ്ലെസ്സിങ്സ് നേടാനുള്ള ഒരു സീക്രട്ട് കൂടിയാണ്. അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഇപ്രകാരം ചെയ്താൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഭാഗ്യവാന്മാരാകും എന്നാണ് നമ്മളിവിടെ വായിച്ച് കേട്ടത്. എന്ന് വെച്ചാൽ വചനം കേൾക്കുക മാത്രമാകാതെ വചനം പ്രവർത്തിക്കുന്നവരും ആകുക. അപ്പോൾ വചനം കേൾക്കാതെ ഇരിക്കുന്നവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? എന്തുതന്നെയാണെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും വചനം കേൾക്കുന്നവരാണ്. ഇപ്പോൾ വായിച്ച ഈ 4 വാക്യങ്ങളിൽ ആദ്യം എഴുതിയിരിക്കുന്നത് വചനം കേൾക്കുക മാത്രം ചെയ്ത് വചനം പ്രവർത്തിക്കാതെ ഇരിക്കുന്നവൻ തന്നെത്താൻ ചതിക്കുന്നവൻ ആണ് എന്നുള്ളതാണ്. ഈ ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന സാരാംശം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, വളരെ സിമ്പിളായിട്ടും എഫക്റ്റീവായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി വേർഡ് ഓഫ് ഗോഡിനെ ഒരു കണ്ണാടിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൽ പറയുന്നത് ഒരു കണ്ണാടിയിൽ തൻ്റെ സ്വാഭാവിക മുഖം നോക്കി അത് പെട്ടെന്ന് തന്നെ മറന്നു പോകുന്ന ഒരാളെയാണ് വചനം കേട്ടിട്ട് അത് പ്രാവർത്തികമാക്കാൻ വിസമ്മതിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാത്ത ഒരാളെ കാണിക്കുന്നത്. എന്നാൽ കണ്ണാടിയിൽ മുഖം നോക്കാത്തവരായിട്ട് ആരുമില്ല. ദിവസവും നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കുന്നവരാണ്. നമുക്കറിയാം, നമ്മൾ കണ്ണാടിയിൽ മുഖം നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് അപാകതകളുണ്ടോ, അഴുക്കുണ്ടോ, നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പോരായ്മകളാണോ നമുക്ക് നമ്മുടെ മുഖത്ത്, നമ്മുടെ മുടിയിൽ ഒക്കെ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ ഈ കണ്ണാടിയിൽ നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മുടെ മുഖത്ത് അഴുക്കുണ്ട്, പക്ഷേ അത് മാറ്റാൻ അല്ലെങ്കിൽ മുഖം കഴുകാൻ നമ്മൾ വിസമ്മതിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് പാളി നോക്കി അതവിടെ ഇട്ടിട്ട് മറന്നുപോയി നമ്മുടെ മുഖം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ഈ ഒരു കണ്ണാടി കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സാരം. ഈ കണ്ണാടി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് പ്രയോജനമാക്കാതെ നമ്മുടെ മുഖത്തെ അഴുക്ക് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്ന ആൾ നമ്മളെ തന്നെ ചതിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ സ്വയം വിഡ്ഢിയാക്കപ്പെടുന്ന ഒരാളിനോടാണ് ഈ ഒരു വചനത്തിൽ ഇത് സൂചിപ്പിക്കുന്നത്. കണ്ണാടി നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ മുഖം മിനുക്കാൻ അല്ലെങ്കിൽ സുന്ദരമായിട്ട് വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി പോലെ തന്നെ ഈ വചനമെന്ന കണ്ണാടി നമ്മൾ ഉപയോഗിക്കണം എന്നതാണ് യാക്കോബ് ഈ ഒരു വചനത്തിൽ കൂടി അർത്ഥമാക്കുന്നത്. വചനം കേട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ വചനം എന്ന കണ്ണാടി എന്താണ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വചനം എന്ന കണ്ണാടി നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി കാണിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി നമ്മുടെ
പുറമേയുള്ള നമ്മുടെ മുഖം കാണിക്കുന്നു. ഈ ഒരു വചനത്തിൽ എഴുതിയിരിക്കുന്നത് തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളെ പോലെ എന്നുള്ളതാണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മുഖം മാത്രമാണ് നമ്മൾ കാണുന്നത്. എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ മൊബൈൽ ഫോണിലൊക്കെ നമ്മുടെ മുഖം നോക്കുമ്പോൾ ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്താണ് നമ്മൾ നമ്മുടെ മുഖം കാണുന്നത്. പക്ഷേ അതുപോലെ ഒന്നുമല്ല. ഏത് കണ്ണാടി എടുത്താലും നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മുടെ മുഖം ഈ കണ്ണാടികൾ കാണിക്കുന്നത്. ഇന്ന് വരെ ഒരു പരസ്യക്കാരും മുഖം ഏറ്റവും കൂടുതൽ മിനുക്കി അല്ലെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫൈ ചെയ്ത് കാണിക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞ ഒരു പരസ്യവാചകം ഇന്ന് വരെ നമ്മളാരും കണ്ടിട്ടില്ല. അത് ഈ ഒരു കണ്ണാടിയുടെ പ്രത്യേകതയാണ്. നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ നമ്മുടെ നാച്ചുറൽ സെൽഫ് കാണിക്കുന്നതാണ് കണ്ണാടി. ഇതുപോലെ തന്നെ നമ്മുടെ ഇന്നർ സെൽഫിനെ അങ്ങനെ തന്നെ കാണിക്കുന്നതാണ് ഈ ഒരു വചന കണ്ണാടി എന്ന് പറഞ്ഞാൽ. ഈ ഒരു വചനം വായിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥകളൊക്കെ ഈ വചനം നമ്മളെ തുറന്ന് കാണിക്കുന്നതാണ്. വചനം നമ്മുടെ ഉള്ളിലുള്ള പാപത്തെ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കുഴിച്ചു മൂടിയിട്ടുള്ള കാര്യങ്ങളെ, നമ്മൾ ആരും കാണാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ വചനം ഒരാൾക്കും കാണിച്ചു തരാൻ പറ്റത്തില്ലാത്ത പല കാര്യങ്ങളെയും വചനം നമ്മളെ തുറന്ന് കാണിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അവസ്ഥയെ, നമ്മുടെ ആത്മീയമായ അവസ്ഥയൊക്കെ വളരെ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കണ്ണാടിയാണ് ഈ ഒരു വചന കണ്ണാടി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പലർക്കും വചനം കേൾക്കാനുള്ള ആ ഒരു താല്പര്യമില്ലാത്തത്. പലർക്കും വചനം കേൾക്കുമ്പോൾ വല്ലാത്ത ഭയവും വല്ലാത്ത ഒരു വെപ്രാളവും ഒക്കെയാണ്. കാരണം വചനം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ, വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അതൊക്കെ നന്നായിട്ട് കാണിക്കുന്നു. പലർക്കും അത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളവർ വചനം അനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ വിസമ്മതിക്കുന്നവരാണ്. വചനം കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, നമ്മുടെ ഉള്ളിലുള്ള മാറേണ്ട ഏതൊക്കെ മേഖലകളാണോ അതെല്ലാം വചനം നമ്മളെ പച്ചയായിട്ട് തുറന്നു കാണിക്കുന്നു. 2 ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്ന്, വചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. രണ്ടാമത്തേത്, മുഖം കണ്ട്, മുഖത്തുള്ള അഴുക്കൊക്കെ കണ്ടിട്ടും അത് മാറ്റാൻ വിസമ്മതിച്ച് പെട്ടെന്ന് കടന്നു പോകുന്ന ആ ഒരു ആളെ പോലെ വചനം കേട്ട് അത് മറന്നുപോയി അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷന് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. വചനം കേട്ട് അത് അനുസരിച്ച് വചനം പറയുന്നത് പോലെയുള്ള തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ഇടവരുത്തണം. വചനം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുന്നത്? പലപ്പോഴും നമ്മൾ സ്നേഹത്തെക്കുറിച്ചുള്ള മെസ്സേജസ് ഒക്കെ കേൾക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയും, നമ്മൾ എത്ര പേരെ ദ്വേഷിക്കുന്നുണ്ട്. പലപ്പോഴും ക്ഷമിക്കണം എന്നുള്ള ചിന്തകൾ, അല്ലെങ്കിൽ അത്തരം മെസ്സേജസ്, അല്ലെങ്കിൽ അത്തരം വാക്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ പറയും, നമ്മൾ എത്ര പേരോട് ക്ഷമിക്കാതിരിക്കുന്നു. മാനസാന്തരപ്പെടണം എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ കാലമായിട്ട് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ വിസമ്മതിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വചനം നമ്മുടെ മനസ്സിനെ കുത്തി അത് നമ്മളെ നേരെയാക്കാൻ ശ്രമിക്കുന്നു. ഇത് കുറ്റബോധം വരുത്തും, അല്ലെങ്കിൽ ലീഗലിസം എന്നുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. വചനം വളരെ ശരിയായ രീതിയിൽ നമ്മളെ വളരെ സ്നേഹത്തോടുകൂടി നമ്മളെ ശരിയാക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നുണ്ടോ? ദൈവത്തെ സ്തുതിച്ചിട്ട് എത്ര നാളായി, ദൈവത്തോട് അടുത്തിരുന്നിട്ട് എത്ര നാളായി? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വചനം കേൾക്കുമ്പോഴാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊക്കെ വെറും ഓർമ്മപ്പെടുത്തലുകളല്ല, നമ്മൾ വചനം അനുസരിച്ച് നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള വചനത്തിൻ്റെ മാർഗങ്ങളാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം, മറ്റാർക്കും കാണിച്ചു തരാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളും വചനങ്ങൾ കാണിച്ചു തരും എന്നുള്ളതാണ്. 50 വർഷം കൂടെ ഉണ്ടായിരുന്ന ഭാര്യയോ ഭർത്താവോ ഉത്തമ സ്നേഹിതനോ ആർക്കും കാണിച്ചു തരാൻ പറ്റത്തില്ലാത്ത നമ്മുടെ നാച്ചുറൽ സെൽഫിനെയാണ് ഈ വചനമെന്ന കണ്ണാടി നമ്മളെ കാണിക്കുന്നത്. കാരണം എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വചനം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവങ്ങളെയും അത് വിവേചിച്ച് അറിയുന്നുള്ളത്. വേർഡ് ഓഫ് ഗോഡ് ഡിസേൺസ് ദ ഇൻറ്റൻഷൻസ് ആൻഡ് തോട്ട്സ് ഓഫ് ദ ഹാർട്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വചനത്തിന് നമ്മൾ വചനത്തെ വായിക്കുന്നത് പോലെ തന്നെ വചനവും നമ്മളെ അറിയുന്നു. വചനവും നമ്മുടെ മനസ്സ്, ഹൃദയം അത് ശോധന ചെയ്യുന്നു.
ദൈവത്തിന് അറിയാൻ മേലാത്ത ഒരു കാര്യവുമില്ല. പക്ഷെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ കുറ്റം വിധിക്കുന്നതിനേക്കാട്ടിലപ്പുറം ദൈവം എപ്പോഴും നമ്മളെ കറക്റ്റ് ചെയ്യാനുള്ള ഓരോ ആലോചനകൾ നമ്മുടെ മനസ്സിൽ തരുന്നു. ഇത് കേട്ട് കണ്ണാടിയിൽ നോക്കി പെട്ടെന്ന് മറന്നുപോയി മുമ്പോട്ട് പോകുന്ന ആളെ പോലെ അല്ലാതെ നമ്മൾ വചനം പറയുന്നതനുസരിച്ച് നമ്മളെ കൊണ്ട് ആകുന്ന വിധത്തിൽ വചനം പറയുന്നത് പോലെ നടക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വേണ്ട മേഖലകളിൽ നമ്മൾ തിരുത്തലുകൾ ചെയ്ത് വചനം പറയുന്നത് പോലെ മുമ്പോട്ട് നടക്കുക എന്നുള്ളതാണ് ഈ ഒരു വചനം കേട്ട് വചനം പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ഇതിൽ 25-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ട് മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാൻ ആകും എന്നുള്ളതാണ്. വചനത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിന്ന് മറന്നു പോകാതെ ഇരിക്കുന്നവൻ താൻ ചെയ്യുന്ന കാര്യത്തിലെല്ലാം ഭാഗ്യവാനാകും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഇങ്ങനെയൊരു തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നാം ചെയ്യുന്നതിലൊക്കെയും നമ്മൾ ഭാഗ്യവാന്മാരാകും. ഹി വിൽ ബി ബ്ലെസ്ഡ് ഇൻ ഓൾ വാട്ട് ഹി ഡസ് എന്നാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു സീക്രട്ടാണ്. നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരും എന്ന് തന്നെയാണ് ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് ബ്ലെസ്സിങ്സ് പ്രാപിക്കാനുള്ള കാര്യം മാത്രമല്ല, എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉദ്ദിഷ്ട കാര്യങ്ങൾ ഒരുപക്ഷെ നടക്കാതിരിക്കുമ്പോൾ, വലിയ തടസ്സങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും മാറാതെ ഇരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ വചനം കാണിച്ചു തരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതായിരിക്കും, ഒരുപക്ഷെ പല തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഓരോരുത്തരുടെയും ഹൃദയവുമായിട്ട് വചനം ഇടപെടുന്നതായിരിക്കും. അപ്പോൾ വചനം കാണിച്ചു തരുന്ന കാര്യങ്ങൾ ചെയ്ത് വചനത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തി നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വചനത്തിന് ഇട കൊടുക്കുക. ഇത് തന്നെയാണ് യേശു മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലും എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ അതേ വാക്യങ്ങൾ തന്നെയാണ് യാക്കോബ് കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ വാക്യങ്ങളാണ്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാവുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യനാവുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ പോലെ തന്നെ അവൻ്റെ വചനം കേട്ട് അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കുക. വചനം കേൾക്കുക എന്നതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കൂടി വചനം കേൾക്കുക എന്നാലോ കൺവെൻഷനുകളിൽ കൂടി വചനം കേൾക്കുക എന്ന് പറയുന്നതോ മാത്രമല്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ബന്ധമാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വചനം വായിക്കുക, മനസ്സിലാക്കുക, വചനം പഠിക്കുക എന്നുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ എല്ലാ മെസ്സേജുകളും ഞാൻ നിർത്തുന്നത് ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. സോ ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഫോൾ ഇൻ ലവ് വിത്ത് ജീസസ്. ഫോൾ ഇൻ ലവ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്.